നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് ഇന്നലെയാണ് വന്നത്. എല്ലാവരുടെ കയ്യിലും കിട്ടിക്കാണും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് സിലബസിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് നോക്കുമ്പോൾ സെയിം സിലബസ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ രണ്ടിനും കൂടെ ചേർത്ത് ഒറ്റ ടോപ്പിക്കുകൾ പഠിച്ചാൽ മതിയാവും. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്നാണ് ഡിഗ്രി ലെവൽ എക്സാമിന്റെ പ്രിലിംസിൽ പറഞ്ഞിരിക്കുന്നത്. അത് +2 ലെവലിൽ അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവന. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ ചാനലിലെ ഒരു വീഡിയോ പോലും മുടങ്ങാതെ കാണുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നല്ല ടോപ്പ് സ്കോർ തന്നെ നമുക്ക് എക്സാംസിൽ വാങ്ങിയെടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം, അതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ യൂറോപ്യന്മാരിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമതെത്തിയത് ഡച്ചുകാരാണ്. മൂന്നാമതെത്തിയത് ബ്രിട്ടീഷുകാരാണ്. നാലാമതെത്തിയത് ഫ്രഞ്ചുകാരാണ്. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് എത്തിയത്, ഡച്ചുകാർ രണ്ടാമതെത്തി, ബ്രിട്ടീഷുകാർ മൂന്നാമതെത്തി, ഫ്രഞ്ചുകാർ നാലാമതെത്തി. ഇതിന്റെ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. പോഡ ബീഫേ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ പോ എന്ന് പറയുമ്പോഴത്തേക്കും പോർച്ചുഗീസ്, ഡ എന്ന് പറയുമ്പോൾ ഡച്ച്, ബി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ്, ഫേ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രഞ്ച്. അപ്പൊ പോഡ ബീഫേ എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആഗമനത്തിന്റെ ഒരു കോഡായി. ഇനി 2-3 ഇൻട്രൊഡക്ഷൻ. അപ്പോ ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തോടെ വഴി തെളിയിച്ചത് ആധുനിക ഇന്ത്യ ചരിത്രത്തിനാണ്. അപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് വഴി തെളിയിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം തന്നെയാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് ആരംഭിച്ചത് കൊളംബസ് ആണ്. അപ്പൊ ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ശ്രദ്ധിക്കുക, ആദ്യ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരും, ആദ്യ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ ആരുമാണ്? അറബികളുമാണ് ഇന്ത്യയിൽ എത്തിയത്. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവും. അതായത് ഇന്ത്യയിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരല്ലേ, ഓപ്ഷനിൽ എന്തായാലും പോർച്ചുഗീസുകാർ കാണുകയും ചെയ്യും. പക്ഷെ ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ, ഇതാണ് ഇവിടുത്തെ പോയിന്റ്, വിദേശികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബികൾ തന്നെയാണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. വർഷം 1488. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. അപ്പോ കടൽ മാർഗം ഇന്ത്യയിലെത്താൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായത് എന്താണ്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ് കടൽ മാർഗം ഇന്ത്യയിലെത്താൻ യൂറോപ്യന്മാർക്ക് പ്രേരണയായത്. ഓക്കെ, പോയിന്റ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? അപ്പൊ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ആരാണ്? ജെയിംസ് കോറിയ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യരായ പോർച്ചുഗീസുകാരെ പറ്റി PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഈ ചോദ്യമാണ് 20-ാം തീയതി നടന്ന 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചത്. ആരാണ് യൂറോപ്പിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയത്? ആരാണ്? വാസ്കോഡഗാമയാണ്.
പള്ളി നിർമ്മാണത്തിന് യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പള്ളി നിർമ്മാണത്തിന് യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പൊ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരി കൊട്ടാരം പണിതു കൊടുത്തത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ വ്യക്തിയാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പൊ 1500 പെട്രോ അൽവാരിസ് കബ്രാൾ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. കബ്രാളാണ് കൊച്ചിൻ പണ്ടകശാല സ്ഥാപിച്ചത്. അപ്പൊ കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ചത് ആരാണ്? കബ്രാളാണ്. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് കബ്രാൾ. വാസ്കോഡ ഗാമ വന്നത് എന്നാണ്? 1498. അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ഫസ്റ്റ് വൈസ്രോയി, ഇപ്പൊ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിൽ എത്തിയത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. വർഷം 1505. 1505 ഫസ്റ്റ് വൈസ്രോയി, ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിൽ എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു നയമായിരുന്നു നീല ജല നയം, ബ്ലൂ വാട്ടർ പോളിസി. അതായത് കടൽ സമുദ്രത്തില് പോർച്ചുഗീസുകാർക്കായിരിക്കണം ആധിപത്യം. അപ്പൊ അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നടപ്പിലാക്കിയ നയമാണ് നീല ജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. അപ്പൊ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു. വർഷം 1505. നിങ്ങൾ ഇതുവരെയും അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം. അൺഅക്കാഡമിയിലെ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോഴ്സുകളാണ് നമ്മുടെ മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സസ് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അൺഅക്കാഡമിയിൽ ഇനി വരുന്ന 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് 24th ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് ദിശ ബാച്ച് 4. ഇതിൽ 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. 45 ഡേയ്സ് കോഴ്സാണ് 12th ലെവൽ എക്സാം. 12th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന കോഴ്സാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമിയുടെ പ്ലസ് കോഴ്സസും ഫ്രീ കോഴ്സസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്ലസ് കോഴ്സസിലാണെങ്കിൽ പ്രോപ്പർ കംപ്ലീറ്റ് സിലബസ് അവരെ കവർ ചെയ്യുന്നതാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. PDF നോട്ട്സും അതുപോലെ മറ്റു നോട്ടുകളും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഇതെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. അടുത്ത പോയിന്റ് ഫോർട്ട് മാനുവൽ കോട്ടയെ പറ്റിയാണ്. അതായത് മാനുവൽ കോട്ടയെ പറ്റിയാണ് അടുത്ത പോയിന്റ്സ് പറയാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് മാനുവൽ കോട്ട. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട. അപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. അപ്പൊ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ഇപ്പൊ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. പണി കഴിപ്പിച്ച വർഷം 1503. 1503 മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. യൂറോപ്യൻ നിർമ്മിതികളിൽ ഏറ്റവും പഴയത് എന്ന് കണക്കാക്കപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. അപ്പൊ മാനുവൽ കോട്ടയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണി കഴിപ്പിച്ച വർഷം 1503. യൂറോപ്യന്മാരുടെ നിർമ്മിതിയിൽ ഏറ്റവും പഴയത് എന്ന് കരുതപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഫോർട്ട് മാനുവലിനെ പറ്റി ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അത് പണി കഴിപ്പിച്ചത് അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അൽമേഡ എന്ന വൈസ്രോയി ആയത് 1505. അപ്പൊ 1505 തന്നെയാണ് സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ പണി കഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പൊ മാനുവൽ കോട്ടയെ പറ്റി ഇത്രയും പോയിന്റ്സ്
കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ആഞ്ചലോ കോട്ടയെ പറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. വർഷം 1505 പണിയെടുപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇനി പോർച്ചുഗീസുകാരെ പറ്റി ചോദിക്കുന്ന കുറച്ച് ജനറൽ ഫാക്ട്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. പോർച്ചുഗീസുകാര് ഗോവ പിടിച്ചടക്കിയത് ആരിൽ നിന്നാണ്? ബീജാപൂരിലെ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത്. ബീജാപൂരിലെ സുൽത്താനിൽ നിന്ന് വർഷം 1510. അപ്പൊ 1510 പോർച്ചുഗീസുകാർ ഗോവ ബീജാപൂരിലെ സുൽത്താനിൽ നിന്നും പിടിച്ചടക്കിയത്. കൂടാതെ ഇന്ത്യയിലെത്തിയ കത്തോലിക്ക വിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. അപ്പം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കത്തോലിക്ക വിഭാഗക്കാരാണ് ആര്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. അപ്പൊ ബോംബെ ദ്വീപ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ബോംബെ ദ്വീപ്. 2 സന്ധികളാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. കണ്ണൂർ സന്ധി വർഷം പഠിക്കുക 1513. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള സന്ധിയായിരുന്നു ഏത്? കണ്ണൂർ സന്ധി. വർഷം 1513. അടുത്ത സന്ധിയാണ് പൊന്നാനി സന്ധി. പൊന്നാനി സന്ധി വർഷം 1540. പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള സന്ധിയായിരുന്നു പൊന്നാനി സന്ധി. അപ്പൊ ഇത്രയും ജനറൽ ഫാക്ട്സും ഇവിടെ പറഞ്ഞ 2 കോട്ട, ഫോർട്ട് മാനുവലും സെന്റ് ആഞ്ചലോ കോട്ടയും ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ്, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്? 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. അപ്പോ പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? പോർച്ചുഗീസ് അധീനത ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു അന്റോണിയോ വാസിലോ ഇ സിൽവ. അന്റോണിയോ വാസിലോ ഇ സിൽവ 128ാമത്തെ വൈസ്രോയി ആയിരുന്നു അന്റോണിയോ വാസിലോ ഇ സിൽവ. കാലഘട്ടം 1958 മുതൽ 61 വരെ. 1958 മുതൽ 61 വരെ. ഇത്രയാണ് പോർച്ചുഗീസുകാരെ പറ്റിയുള്ള ജനറൽ ഫാക്ട്. ഇനി പോർച്ചുഗീസ് ആക്രമണത്തെ കുറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച ഒരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് രചിച്ചത്. അതിന്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? പോർച്ചുഗീസ് ആക്രമണമായിരുന്നു. ഇനി അൽബുക്കർക്ക്. അപ്പൊ അൽബുക്കർക്ക് ആരായിരുന്നു? 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്ക് ആയിരുന്നു. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെട്ടത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ടത് അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഭരണാധികാരി എന്നറിയപ്പെട്ടതും അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് വൈസ്രോയി ആയി നിയമിതനായ വർഷം 1509. 1509 അൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനായത്. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട അല്ലെങ്കിൽ ആയക്കോട്ട അല്ലെങ്കിൽ അഴിക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്ന മാനുവൽ കോട്ട 1503 നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചടക്കുന്നതിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിന്റെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. അപ്പോ പോർച്ചുഗീസുകാരുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു കൊച്ചി, പിൽക്കാല തലസ്ഥാനമായിരുന്നു ഗോവ. അപ്പൊ കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് ആരാണ്? അൽബുക്കർക്കാണ്. കോഴിക്കോട് ആക്രമണത്തിന് നേതൃത്വം വഹിച്ചത് അൽബുക്കർക്കാണ്. കോഴിക്കോടിനെ ആക്രമിക്കാൻ നേതൃത്വം വഹിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. കൂടാതെ സതി നിർത്തലാക്കുകയും നാണയ സമ്പ്രദായം ആവിഷ്കരിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. അപ്പൊ അൽബുക്കർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞത്? സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി, സ്ഥാപകൻ, ശക്തനായ ഭരണാധികാരി. 1509
നിയമിതനായത്. മിശ്ര കോളനി സമ്പ്രദായം. മാനുവൽ കോട്ട നിർമ്മിച്ചു 1703. ഗോവ പിടിച്ചടക്കുന്നതിൽ നേതൃത്വം നൽകി. കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. കോഴിക്കോട് ആക്രമണത്തിന് നേതൃത്വം നൽകി. സതി നിർത്തലാക്കുകയും നാണയ സമ്പ്രദായം ആവിഷ്കരിക്കുകയും ചെയ്തു. ഇപ്പൊ പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. അപ്പോ ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. മാനുവൽ ഫസ്റ്റ് ആണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോ ഡ ഗാമയെ മാനുവൽ രാജാവ് വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. എന്നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെ കോഴിക്കോടുള്ള കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത്? 1498 മെയ് മാസം 20. 1498 മെയ് മാസം 20 കോഴിക്കോട്ടെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്തെ പന്തലായിനി ബീച്ചിൽ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത്, കാപ്പാട് കടപ്പുറം, ബീച്ച് ഏതാണ്? പന്തലായിനി. വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. വർഷം 1497. അപ്പൊ 1497 ലിസ്ബണിൽ നിന്നും വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്. ആരാണ് ഇന്ത്യയിലേക്ക് അയച്ചത് വാസ്കോ ഡ ഗാമയെ? മാനുവൽ ഫസ്റ്റ് ആണ്, മാനുവൽ ഒന്നാമനാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയെ അനുഗമിച്ച കപ്പലുകൾ ഏതെല്ലാം? സെന്റ് റാഫേലും സെന്റ് ബറിയോ. സെന്റ് റാഫേൽ, സെന്റ് ബറിയോ എന്നീ 2 കപ്പലുകൾ വാസ്കോ ഡ ഗാമയെ അനുഗമിച്ച് എത്തിയിരുന്നു. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് 1498 പറഞ്ഞു. രണ്ടാമത്തെ തവണ ഇന്ത്യയിൽ എത്തിയത് 1502. 1502 വാസ്കോ ഡ ഗാമ രണ്ടാമത്തെ തവണ ഇന്ത്യയിൽ എത്തിയത്. മൂന്നാമത്തെയും അവസാനത്തെയും തവണ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1524. 1524 ഈ വർഷങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഫസ്റ്റ് 1498, അതിന്റെ ഡേറ്റും കൂടെ പഠിച്ചു വെക്കുക, മെയ് 20. രണ്ടാമത്തെ തവണ വന്നത് 1502. മൂന്നാമത്തെ തവണയും അവസാനത്തെ തവണയും വന്നത് 1524. 1524 ഡിസംബർ മാസം 24 വാസ്കോ ഡ ഗാമ മരണപ്പെട്ടു. അപ്പോ വാസ്കോ ഡ ഗാമ മരണപ്പെട്ടത് 1524 ഡിസംബർ മാസം 24. അപ്പോ വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവടത്തിനായി എതിർപ്പ് പ്രകടിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് സാമൂതിരിയാണ്. അപ്പൊ വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവടത്തിനായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച സാമൂതിരി കോഴിക്കോട് സാമൂതിരിയാണ്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം സൂക്ഷിച്ചത് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യമായിട്ട് സൂക്ഷിച്ചത്. 1539 ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലേക്ക് 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയി. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അപ്പൊ വാസ്കോ ഡ ഗാമ എന്ന പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അപ്പൊ ഇത്രയാണ് വാസ്കോ ഡ ഗാമയെ പറ്റി പഠിക്കാനുള്ള പോയിന്റ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളാണ് കുഞ്ഞാലി മരക്കാർമാർ. അപ്പൊ ഈ കുഞ്ഞാലി മരക്കാർമാരെ പറ്റി PSC നിരവധി തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. കുഞ്ഞാലി മരക്കാർ ആരാണ്? കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവിക സൈന്യാധിപനാണ് കുഞ്ഞാലി മരക്കാർ. ഇത് തന്നെ ഒരു ചോദ്യമായിരുന്നു. കുഞ്ഞാലി മരക്കാർ ആരാണ്? സാമൂതിരിയുടെ നാവിക സേനയുടെ തലവൻ, അതായത് നാവിക സൈന്യാധിപനാണ് ആര്? കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര്, അതൊരു സ്ഥാനപ്പേരാണ്, അതൊരു വ്യക്തിയല്ല, ഒരു സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയ്ക്കൽ, പുതുപ്പണം കോട്ട. കോട്ടയ്ക്കൽ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞാലി മരക്കാന്മാർ മെയിനായിട്ട് 4 പേരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുഞ്ഞാലി മരക്കാരുടെ യഥാർത്ഥ പേര് കുട്ടി അഹമ്മദ് അലി.
കുട്ടി അഹമ്മദ് അലി എന്നതായിരുന്നു കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം. കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി. കുട്ടി പോക്കർ അലിയാണ് രണ്ടാമത്തെ കുഞ്ഞാലി മരക്കാർ. ആദ്യത്തെ നാവിക സേന, അപ്പോ കോഴിക്കോട് ആദ്യത്തെ നാവിക സേന രൂപീകരിച്ചത് കുഞ്ഞാലി രണ്ടാമനാണ്, കുട്ടി പോക്കർ അലിയാണ്. കോഴിക്കോട് ആദ്യത്തെ നാവിക സേന രൂപീകരിച്ചത്. പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്ന് അറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. കൂടാതെ മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. മരക്കാർ കോട്ട നിർമ്മിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ഇത്രയും പോയിന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, കാരണം കൺഫ്യൂസിങ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. സാമൂതിരിയുടെ നാവിക സൈന്യാധിപനാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? സാമൂതിരി തന്നെയാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പടം കോട്ടയാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം എന്താണ്? കുട്ടി പോക്കർ അലിയാണ്. ആദ്യത്തെ നാവിക സേന രൂപീകരിച്ചത് കുഞ്ഞാലി രണ്ടാമനാണ്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമനാണ്. മരക്കാർ കോട്ട നിർമ്മിച്ചതും കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ട, ചാലിയം കോട്ട വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചാലിയം കോട്ട നിർമ്മിച്ചത് 1531 1531 ചാലിയം കോട്ട നിർമ്മിച്ചത്. പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. ചാലിയം കോട്ടയ്ക്ക് ഒരു വിശേഷണമുണ്ട്. എന്താണ്? സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി. ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് PSC, സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടത് ചാലിയം കോട്ടയാണ്. നിർമ്മിച്ചത് 1531 പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരനായ കുൻഹയാണ് ചാലിയം കോട്ട നിർമ്മിച്ചത്. പോർച്ചുഗീസുകാരനായ കുൻഹ. ചാലിയം കോട്ട പിടിച്ചടക്കിയത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചടക്കിയത്. 1571 1571 കുഞ്ഞാലി മൂന്നാമൻ ചാലിയം കോട്ട പിടിച്ചടക്കിയത്. കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം നേടിയത് കുഞ്ഞാലി നാലാമനാണ്. നമ്മൾ നേരത്തെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡഗാമയാണ്. മാനുവൽ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് ആരാണ്? കുഞ്ഞാലി നാലാമനാണ്. കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് അലി മരക്കാർ. മുഹമ്മദ് അലി മരക്കാറാണ് ആര്? കുഞ്ഞാലി നാലാമൻ. കുഞ്ഞാലി നാലാമനെ വധിച്ച വർഷം 1600 കുഞ്ഞാലി നാലാമനെ വധിച്ചത്. കുഞ്ഞാലി നാലാമന്റെ സ്മരണാർത്ഥം പേര് നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കുഞ്ഞാലി നാലാമന്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് കുഞ്ഞാലി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. ഇപ്പൊ 2000 കുഞ്ഞാലി മരക്കാരന്മാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചത്. തുടക്കത്തില് യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസില് മാനുവൽ കോട്ട പറഞ്ഞു, അൽബുക്കർക്കിനെ പറ്റി പറഞ്ഞു, വാസ്കോഡഗാമയെ പറ്റി പറഞ്ഞു, കുഞ്ഞാലി മരക്കാർമാരെ പറ്റി പറഞ്ഞു, സെന്റ് ആഞ്ചലോ കോട്ടയെ പറ്റി പറഞ്ഞു, മറ്റു തലസ്ഥാനങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അൺഅക്കാഡമിയിലെ മോർ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു തരാം. അൺഅക്കാഡമിയിലെ ഇനി വരുന്ന മാർച്ച് 1 മുതൽ ഈ 10% ഡിസ്കൗണ്ട് എന്നുള്ളത് 5% ചുരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിലെ 10% ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്യുക. മാർച്ച് 1 ആകുമ്പം കോഴ്സിന്റെ എല്ലാം ചാർജ് കൂടാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മൻസൂർ അലി സാറിൻ്റെയൊക്കെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യുക. ഓക്കെ. കൂടാതെ ഇന്ത്യസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിക് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് ആരാണെന്ന് കൂടി ഞാൻ പരിചയപ്പെടുത്താം. മൻസൂർ അലി കാപ്പുങ്കൽ, ആസിഫ് തുളുവത്ത്, ജാഫർ സാദിഖ്, മുഹമ്മദ് റോഷൻ, ഇസ്മായിൽ കാലടി, സിജി ബിജു, ദീപിക MK, രാജേഷ് SR, ഹാജ മുഹമ്മദ്, വിപിൻ രാജ്, ബോബി രാജ് SS, ഷാഫി തോംസൺ, രാഹുൽ ചന്ദ്രൻ, രശ്മി നായർ, റീജ, ആര്യ, സതീഷ്,
വിദ്യ കെ ആൻഡ് മെനി മോർ. ഇത്രയും എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നിന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തു വിജയം ഉറപ്പാക്കൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ടോപ്പിക് യൂറോപ്യന്മാരുടെ സംഭാവനയാണ്. അപ്പോൾ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇവിടെ 4 പേരുടെയും നമ്മൾ പഠിച്ചതിന് ശേഷം ഒരുമിച്ച് സംഭാവന പഠിക്കാം. അപ്പം അതായിരിക്കും കുറച്ചും കൂടെ ഈസി. അപ്പോൾ പോർച്ചുഗീസുകാർ എന്നുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള യൂറോപ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്